സെപ്റ്റംബർ മാസം മുതലേ നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷ നൽകുമ്പോൾ അതിനോടൊപ്പം വെക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോകളില്ലേ, അക്കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത്. ഇത് സംബന്ധിച്ച ഒരു പുതിയ മാർഗനിർദ്ദേശം ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എല്ലാ ഏജൻസികൾക്കും ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ പാസ്പോർട്ട് അപേക്ഷകൾക്കൊപ്പം നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നൽകുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ തലയും തോൾഭാഗവും നന്നായി ക്ലിയറായി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോസപ്പ് കളർ ഫോട്ടോ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഫിൽറ്ററുകളോ എഡിറ്റിങ്ങോ ഫോട്ടോയിൽ പാടില്ല. ഫോട്ടോയുടെ പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് വെള്ള നിറത്തിലുള്ളതായിരിക്കണം. കണ്ണുകൾ ക്യാമറയ്ക്ക് നേരെ തുറന്നു വെച്ച രീതിയിലായിരിക്കണം. കൃഷ്ണമണികൾക്ക് മേൽ ഒരു തരത്തിലുള്ള പ്രകാശമോ നിഴലോ വീഴാൻ പാടില്ല. മുഖത്തും ഒരു തരത്തിലുള്ള നിഴലുകളും പാടില്ല. നല്ല വെളിച്ചമുണ്ടാകണം. മുടി ഒരു കാരണവശാലും നമ്മുടെ മുഖവും കണ്ണുകളും മറയ്ക്കുന്ന തരത്തിലാവരുത്. ക്യാമറയുടെ 1.5 മീറ്റർ അകലെയുള്ള ചിത്രങ്ങളായിരിക്കും കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. വായ തുറന്നു പിടിച്ച നിലയിലാവരുത്. കണ്ണുകൾ കൃത്യമായി ക്യാമറയിലേക്ക് നോക്കുന്ന തരത്തിലുള്ളതാവണം. മാത്രമല്ല, നമ്മുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ഒരു 6 മാസത്തിൽ പഴയ ചിത്രങ്ങൾ നമ്മൾ പാസ്പോർട്ട് അപേക്ഷകൾക്കൊപ്പം വെക്കാൻ പാടില്ല. അപ്പൊ ഇതടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അപേക്ഷകൾ ഫർദറായി പ്രോസസ് ചെയ്യപ്പെടില്ല. അപ്പൊ ഇതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സെപ്റ്റംബർ മുതൽ ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകൾക്കൊപ്പം നടപ്പിലാക്കാൻ പോകുന്നത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് പാസ്പോർട്ട് അപേക്ഷാ കേന്ദ്രങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വൈകാതെ ഇതിന്റെ വെബ്സൈറ്റുകളിൽ കൃത്യമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡ പ്രകാരമുള്ള മാറ്റങ്ങളാണ് പാസ്പോർട്ട് ഫോട്ടോകളുടെ കാര്യത്തിൽ വരുന്നത്. അപ്പൊ ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. സെപ്റ്റംബർ മുതലാണ് ഈ ഒരു മാറ്റം ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകളുടെ കാര്യത്തിൽ നടപ്പിലായി വരുന്നത്.